അൽഹംദുലില്ലാ, അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ബൈത്തുൽ മുഖദ്ദസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കേരള ടു ഈജിപ്റ്റ് സോളോ സൈക്ലിംഗ് യാത്രക്കിടയിൽ ഇസ്രായേലിലെ, ഫലസ്തീനിലെ, ജെറുസലേമിലെ, ഖുദ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ഖിബ്ലയും നമ്മുടെ ഹറമുമാണ്. ഹറമൈനുകൾ, മക്ക മദീന കഴിഞ്ഞാലുള്ള ഹറമ് തന്നെയാണിത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ പിന്നിൽ കാണുന്നതാണ്. പക്ഷേ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ഇത് യഥാർത്ഥത്തിൽ ഡോം ഓഫ് ദ റോക്ക് അല്ലെങ്കിൽ ഖുബ്ബത്തു സഹ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശാരോഹണം നടത്തിയ സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇവിടുത്തെ മുഴുവൻ കാഴ്ചകൾ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ അങ്ങനെ ബിസ്മില്ലാ ഡോം ഓഫ് ദ റോക്കിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടുണ്ട്. അവിടെ അപ്പോൾ നേരെ ഇവിടെ കാണുന്ന ഈ ഒരു പാറയുണ്ടല്ലോ, ഈ പാറ ഇതിന്റെ നേരെ മുകളിലുള്ളതാണ് ഖുബ്ബത്തു സഹ്റ. അതുകൊണ്ടാണ് ഇവിടെ നിന്നാണ് ആകാശാരോഹണം നടത്തിയത്. ഡോം ഓഫ് ദ റോക്ക് പാറ എന്നാണ് സഹ്റ റോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബുറാക്കിനെ കെട്ടിയിട്ട സ്ഥലമുണ്ട്. ആ ബുറാക്കിനെ കെട്ടിയിട്ട സ്ഥലത്തിന് മുമ്പ് ഇപ്പം നമ്മൾ ഇതിന്റെ നേരെ ആ പാറക്ക് നേരെ താഴെ ഇറങ്ങിയാൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിലൂടെ ഇറങ്ങിപ്പോകുന്നത് ബിറുൽ അർവാഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഖിയാമത്ത് നാളിൽ എല്ലാ റൂഹകളും അർവാഹുകൾ ഇവിടെ ഒരുമിച്ച് കൂടും. അതായത് ആത്മാക്കളുടെ കിണർ തന്നെയാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെ സുന്നത്ത് നിസ്കരിക്കും എല്ലാവരും. പിന്നെ ഇത് യഥാർത്ഥ ബൈത്തുൽ മുഖദ്ദസ് പള്ളി അല്ലെങ്കിൽ മസ്ജിദുൽ അക്സ പള്ളി അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മസ്ജിദുൽ അക്സയുടെ ഹറമിന്റെ ബൗണ്ടറിയുടെ അകത്ത് തന്നെയാണ് ഈ ഡോം ഓഫ് ദ റോക്ക് നിലകൊള്ളുന്നത്. ഇതെല്ലാം ഹറമിന്റെ ഭാഗമാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഹറമിന്റെ ഭാഗമാണ് ഇതിന്റെ ബൗണ്ടറികൾ. മാഷാഅല്ലാഹ് വിശാലമായ സ്ഥലമാണ്. ഖുർആനിൽ ബാറക്കന ഹൗലഹു എന്ന് പറഞ്ഞ പോലെ അല്ലാഹു തആല ഈ സ്ഥലത്തെ ബറക്കത്താക്കിയിട്ടുണ്ട്. ഓക്കെ, ഖുബ്ബത്തു സഖറയുടെ ഒരു സ്വർണ്ണം പുഷിയിട്ടാണുള്ളത്. അപ്പോൾ ഈ സ്ഥലത്താണ് അന്ന് അമ്പിയാക്കൾക്ക് എല്ലാവർക്കും നബിതങ്ങൾ ഇമാമായിട്ട് നിസ്കരിച്ചിരുന്നു. അപ്പോൾ അത് ഇമാമായിട്ട് നിസ്കരിച്ചതിന്റെ അടയാളപ്പെടുത്തിയതാണിത്. ഓക്കെ, മാഷാ അല്ലാഹ്. ഇത് അന്ന് ഇസ്രാ മെഹറാജിന് വന്നപ്പോൾ ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായിട്ട് അമ്പിയാക്കൾക്ക് നിന്നത്. ഇതിന്റെ ചുറ്റുഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഇബ്രാഹിം നബി, മൂസാ നബി, സുലൈമാൻ നബി, ദാവൂദ് നബി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ മസാറയുള്ളത്. നമുക്ക് ഏത് സൈഡിലും ആണെങ്കിലും ആക്സസ് ഉണ്ട് കേട്ടോ ഹറമിലേക്ക് പോകാൻ. നമ്മുടെ മക്കത്തുള്ള പോലെ തന്നെ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് നമ്പർ 1 അവിടെ കണ്ടോ, ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2, ഗേറ്റ് നമ്പർ 3, ഒരിടത്ത് ഗേറ്റ് ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മെഹറാജ് പോയത് നമ്മുടെ ഈ ബൈത്തുൽ മുഖദ്ദസ് എന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പോകുന്ന സമയത്ത് ബുറാക്കിനെ കെട്ടിയിട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. മൊറോക്കോ ഗേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോകാൻ പറ്റില്ല. ഇവിടെ ഇതിന്റെ താഴെ ശരിക്കും ഒരു അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ബുറാക്കിനെ അന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, നമുക്ക് ആ ഒരു സ്ഥലം കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് അജീസ് ഒരുപാട് സംസാരിച്ച് ഇവിടെ ഇങ്ങനെ പോയതാണ്. നോക്കി ഈ സ്ഥലം അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് ചെറുപ്പം മുതൽ തന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ബുറാക്കിനെ കെട്ടിയിട്ട് ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ അത് എവിടെ ആയിരിക്കും എന്ന്. അപ്പോൾ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ ഇവിടെ കറക്റ്റ് ആ ഒരു പോയിന്റ് ഇതാണ്. നോക്കിയേ, ഈ ഒരു കണ്ണി കണ്ടോ, ഒറ്റ കണ്ണി ഈ സ്ഥലത്താണ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അമൂല്യമായ കാഴ്ച കാണാനുള്ള ഭാഗ്യം ലഭിച്ചതിന് എല്ലാവരും അൽഹംദുലില്ലാ പറയാ. അൽഹംദുലില്ലാ. അതുപോലെ മറ്റൊരു ചരിത്ര സംഭവം കാണിച്ചു തരാം. അതായത് സലാഹുദ്ദീൻ അയ്യൂബി കുരിശുദ്ധത്തിൽ ഈ ഒരു ഖുദ്സ് കീഴടക്കുമ്പോൾ അദ്ദേഹം സുപ്രസിദ്ധമായ ഖുതുബ നടത്തുന്നത് ഇവിടെയാണ്. ഈ ഒരു സ്ഥലത്താണ്. ഇത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ മിമ്പറാണ്. ഇവിടെ നിന്നായിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയെ പോലും നമ്മൾ വധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയം അതായത് അവിടെ ആയിരുന്നു. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖുദ്സ് കീഴടക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ പേരുമകന്റെ എന്താണ് പേരുമകന്റെ മെമ്പറാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്കിവിടെ ഡോം ഓഫ് ദ റോക്കിന് നേരെ അടുത്തുള്ള ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ താഴെ നമുക്കറിയാം ഈസാ നബിയുടെ ഉമ്മയായിട്ടുള്ള മറിയം ബീവിയുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ മറിയം ബീവിയുടെ ഉമ്മാക്ക് മക്കൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. അവസാനം അത് മകനാണെങ്കിലും മകളാണെങ്കിലും ഞാൻ പള്ളിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നേർച്ച വെക്കുന്നു. അങ്ങനെ അവസാനം പെണ്ണുകുഞ്ഞാണ് മറിയം ബീവിയാണ് ഉണ്ടായത്. അപ്പോൾ ആ മറിയം ബീവിക്ക് പള്ളിയിൽ സ്ത്രീകൾക്ക് പറ്റൂലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ മറിയം ബീവിക്ക് താമസിക്കാനായിട്ട് പഠിക്കാനായിട്ട് ഒരു പള്ളിക്ക് തൊട്ടടുത്ത് പുറത്ത് കിടക്കുന്ന ഇവിടെ സ്ഥലം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ തൻ്റെ പിതാവ് ഇമ്രാൻ എന്നവരാണ് നേർച്ച വെക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ ഉസ്താദായിരിക്കുന്നത് യഹ്യാ നബിയുടെ പിതാവ് സക്കരിയ നബി അലൈഹി ഇസ്ലാമാണ് ഉസ്താദ്. അപ്പോൾ ഇവിടെയാണ് മിഹ്റാബ് മറിയം ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ താഴെ മസ്ജിദ് മർവാനാണിത്. മർവാന്റെ അകത്താണ്. അപ്പോൾ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 10,000-15,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള അവസരവും അത്രയും സ്ഥലവും ഇവിടെയുണ്ട്. അപ്പോൾ ഇത് കൂടുതലും അടച്ചിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഓസ്ട്രേലിയയിൽ നമ്മുടെ അജീസ് അദ്ദേഹം പിന്നീട് ഒരുപാട് സംസാരിച്ചിട്ട് ഇതൊരു തുറന്നു കിട്ടിയതാണ് ഈ ഒരു സ്ഥലം. അൽഹംദുലില്ലാ. അപ്പോൾ അത് മിഹ്റാബ് മറിയം എന്ന പേരിലാണ്. അപ്പോൾ അവിടെയാണ് മറിയം ബിബി പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ഇന്ത്യക്കാരനായ ആളുടെ മക്ബറയുള്ളത് ഇവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഈ ഡോം ഓഫ് ദ റോക്കിന്റെ ഒക്കെ മുമ്പിലാണ്. അതായത് ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും വലിയൊരു മുജാഹിദുൽ അലി മൗലാന മുഹമ്മദ് അൽ ഹിന്ദി കണ്ടോ, മാഷാ അല്ലാഹ്. ഇന്ത്യക്കാരനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മക്ബറ
അതേപോലെ ഓരോ രാജ്യത്തിന്റെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആളുകളുടെ കൂടെയാണ് മഹാനവറുകളുള്ളത്. മാഷാ അല്ലാഹ്. താങ്ക് യു. ഐ ആം ഫ്രം ഇന്ത്യ. താങ്ക് യു മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ നമ്മുടെ വയറ് നിറക്കാനായിട്ട് നമ്മൾ ചായവും അതുപോലെ കടിയൊക്കെ കഴിക്കുകയാണ്. ഏതായാലും എൻ്റെ കൂടെയുള്ള ഈ ഒരു ഫ്ലൈസർ ട്രാവൽസിൻ്റെ ഈ ഒരു ടീം ഒരിക്കലും മറക്കാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു യാത്രാ ടീമായിരുന്നു ഇവരുടെ. അപ്പോൾ എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഏതായാലും ഇവിടെ നമ്മളങ്ങനെ ചായ കുടിക്കുകയാണ്. നേരെ മുമ്പിൽ ഖുബത്ത് സഹ്റ ഉണ്ട്, പിന്നിൽ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ മഗ്‌രിബിനോട് അടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നോക്കിയാൽ ബാങ്കിൻ്റെ വിളിയാളം കേൾക്കുകയാണ്. അപ്പോൾ ഇതാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ യഥാർത്ഥ ഒരു കാഴ്ച നോക്കിയേ. അപ്പോൾ ഏതായാലും നമ്മൾ നിസ്കരിക്കാനായിട്ട് നമ്മുടെ ഹറമിലേക്ക്, നമ്മുടെ ഹറമീനുകൾ മക്കയും മദീനയും കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ നിസ്കരിക്കുന്നത് കണ്ടോ, കട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് കുറേ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു കാര്യമാണ് ബൈത്തുൽ മുഖദ്ദസ്. ഏതായാലും ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു അനുഭൂതി, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഫലസ്തീനികളായിട്ടുള്ള ആളുകൾ എല്ലാ ജമാഅത്തിനും വരാറുണ്ട്. എല്ലാ ജമാഅത്തിന് വന്ന് ഇവിടെ കൂടും, കുറേ സമയം ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ജമാഅത്തിന് ആളുകൾ വരാതിരുന്നാൽ ജൂതന്മാർ മൊത്തമായിട്ട് കീഴടക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. ഏതായാലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ക്ലാസ്, അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ബൈത്തുൽ മുഖദ്ദസ് നിന്ന് ഇറങ്ങി. അപ്പോൾ ഇസ്രായേലിലെയും ഫലസ്തീനിലെയും ഇതുമാത്രമല്ല 100 കണക്കിന് സ്ഥലങ്ങളുടെ വീഡിയോയുടെ കാഴ്ചകൾ ഇനി വരുന്നുണ്ട്. ഹെബ്രോൺ സിറ്റിയിലുള്ള ഇബ്രാഹിം നബി മകൻ, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, ദാവൂദ് നബി, സുലൈമാൻ നബി, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അമ്പ്യാക്കളുടെ 10ലധികം മസാറുകൾ മാത്രമല്ല, അതിലുപരി ഈസാ നബി അലൈഹി സ്വലാം കുരിശിലേറ്റു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന, ഈസാ നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന, ഈസാ നബിക്ക് ഇഞ്ചീൽ ലഭിച്ച ടെംപ്ടേഷൻ മൗണ്ടെയിൻ, അല്ലെങ്കിൽ മൂസാ നബിക്ക് തൗറാത്ത് ലഭിച്ച തൂരിസീന പർവ്വതം, അള്ളാനെ കാണാൻ പോയ സ്ഥലം, ആ ഒരു പർവ്വതം, അങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ ഒരുപാട്, ഫറോവയെ കടൽ പിളർത്തി മുക്കിക്കളഞ്ഞ ആ ഒരു ചെങ്കടൽ, അതേപോലെ ലൂത്ത് നബിയുടെ സമൂഹത്തെ മുക്കിക്കൊന്ന ചാവുക്കടൽ, നമ്മൾ എത്ര മുങ്ങിയാലും മുങ്ങാത്ത ആ ഒരു കടൽ, അങ്ങനെ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ആ ഒരു ഈജിപ്തിലെ പിരമിഡ്, മ്യൂസിയം, ഫറോവ, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു യാത്ര ഞാൻ പോയിട്ടില്ല. ഇതുപോലെ ശരിക്കും പറയുകയാണെങ്കിൽ 8 ദിവസത്തെ ഇവരുടെ ഫ്ലൈസർ ട്രാവൽസിൻ്റെ യാത്ര, 5 സ്റ്റാർ ഹോട്ടലിലെ താമസം, എല്ലാം കൊണ്ട് വേർത്തായിരുന്നു. എല്ലാവർക്കും 100% നല്ല അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മറ്റന്നാൾ നവംബർ 28 ഇതേപോലൊരു പാക്കേജ് അവർ ചെയ്യുന്നുണ്ട്. GCCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും ചെയ്തത്. അപ്പോൾ ഇനി രണ്ടാമത്തെ മറ്റന്നാളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ജെന്യുവിനായിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകളുടെ വീഡിയോസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹു ഇങ്ങനെയുള്ള ചരിത്രഭൂമികൾ കണ്ട് കൺകുളിർമയുണ്ടാവാൻ തൗഫീഖ് നൽകട്ടെ.